തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി അറൗണ്ട് 10 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. ഡീൽ ആരോപണമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് CPM BJP ഡീലുണ്ടെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. മറുപടിയുമായി കോൺഗ്രസും BJPയും തമ്മിൽ പല മണ്ഡലങ്ങളിലും ഡീലുണ്ടെന്ന ആരോപണം തിരികെ ഉന്നയിക്കുന്നു CPM. എന്തായാലും ഈ ഡീൽ ആരോപണത്തിൽ ഇപ്പോൾ വ്യക്തിപരമായ ഏറ്റുമുട്ടലിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഈ കളം മാറുകയാണ്. ഇരുവരും തങ്ങളുടെ മുൻകാല ഇടപെടലുകൾ സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കളം നിറയുന്നത്. RSS ബന്ധം ഓർമ്മപ്പെടുത്തുന്നു VD സതീശൻ ഒരു വശത്ത്, അതേസമയം തിരിച്ച് VD സതീശൻ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ RSS ബന്ധം തേടിയിരുന്നു എന്ന തെളിവുകളും ചിത്രങ്ങളുമൊക്കെ പുറത്തുവിടുന്നു CPM. ഇതായി ഈ ചിത്രം കളമാറുകയാണ്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. നമുക്ക് അരുണിലേക്ക് വരാം. അതിനു മുമ്പായി ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഡീൽ ആരോപണത്തിന് വീണ്ടും മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പൊ പ്രധാനമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നുണയും പറയാം എന്ന നില വന്നു ചേരുന്നതാണ്. പക്ഷേ അല്ല, നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. ഞാൻ പറഞ്ഞതിനും വല്ലാതെ വിഷമായി നിങ്ങൾക്ക്. ഞാനിത് പറയാൻ പാടില്ലാതിരുന്നു വിചാരിക്കുന്നുണ്ടോ? എന്തോ കുറച്ച് വിഷമമുണ്ടായതുപോലെ ഉണ്ടല്ലോ. ഞാനുള്ള വസ്തുത പറയാണ്. ആ വസ്തുതയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ആരാ RSSുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വീണ്ടും അത് പറയാൻ നോക്കണം. എന്താ നിങ്ങളെപ്പോലുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പഠിക്കാൻ തയ്യാറാകുന്നില്ലേ? അല്ല വേറെ എന്തെങ്കിലും വേണ്ടി പറയുകയാണ്? ഈ കാലം തന്നെ എടുത്തു നോക്ക്. ആരാണ് RSSുമായി ബന്ധപ്പെട്ടത്? അന്ന് സഖാവ് EMS നല്ല രീതിയിൽ കേരളത്തിന്റെ പൊതുവായ ജനസമ്മതനല്ലേ. പക്ഷേ EMSനെ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ ആരുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടത്? അതിനുവേണ്ടിയല്ലേ അവിടുത്തെ കോൺഗ്രസ് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക മാത്രമാണോ? EMSനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി ആ കാലത്ത് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ദീനദയാൽ ഉപാധ്യായ വന്നില്ലേ? ഇതെല്ലാം ചരിത്രമല്ലേ. കുറച്ചു നാൾ കൂടി കഴിഞ്ഞു പാലക്കാട് AKG അവിടെ മത്സരിക്കുന്നു പാർലമെന്റിലേക്ക്. എന്താ സംഭവിച്ചത്? അവിടെ കോൺഗ്രസിനും RSSനും എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥി. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? രണ്ടു കൂട്ടർക്കും ഒരു സ്ഥാനാർത്ഥി. ആരായിരുന്നു സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു, RSSന്റെ ജില്ലാ കാര്യവാഹ്. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവര്, ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവര്, ആ കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDFനുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പണിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു വാചകം വീണ്ടും പറയാണ്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. അതിൽ അപ്പുറം ചേരുന്നതാണ്. പാലക്കാട് ഉൾപ്പെടെ ഡീൽ നടന്നിട്ടുണ്ടെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ആരോപണം എത്രത്തോളം അത് മുന്നോട്ട് പോയിരുന്നതാണ് കരുതുന്നത്? അല്ല, ജനങ്ങളുടെ മുന്നിലല്ലേ കാര്യങ്ങൾ പറയുന്നത്. ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. ജനങ്ങൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമല്ലോ. നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തില് 2+2=4 എന്ന സാധാരണ കണക്ക് ശാസ്ത്രമല്ല. ആ കണക്കിലായിരുന്നു പണ്ട് കോലി സഖ്യം ഉണ്ടാക്കിയത്, വടകരയും ബേപ്പൂരും. കാരണം UDFന് നല്ല വോട്ടുണ്ട്, BJPക്ക് വോട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ അവിടെ ഞങ്ങളെ പരാജയപ്പെടുത്തും. എന്തായി അവസാനം? അവിടെ BJPക്കാരെ ജയിപ്പിച്ചു കൊടുക്കാനായിരുന്നല്ലോ കരാർ. പരസ്യമായി, നാട്ടുകാരാകെ എതിരായി. അതിന്റെ ഭാഗമായി വടകര പാർലമെന്റ് സീറ്റിലും
ബേപ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ നല്ല രീതിയിൽ ജയിച്ചു വന്നു. അപ്പം നാട്ടുകാർ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. നാടിനെയും ജനങ്ങളെയും നമ്മൾ വില കുറച്ച് കാണരുത്. അതാണ് പറയാൻ. ബിജെപി നേതാവ് പി ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂരിന് ഇതുവരേക്ക് ഒരു ഹിന്ദു MLA ഉണ്ടായി. ശരി അത് ശരിയാണ്. അത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിനെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ അവര മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എത്ര തെറ്റായ നിലപാടാണ്! എങ്ങനെയാണ് അത്തരമൊരു പ്രസ്താവന നടത്താൻ കഴിയുന്നത്? BJPക്കാകാം, കാരണം RSSന്റെ നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും എന്നുള്ളത്. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവർക്കും സോദരന്മാരായി കഴിയാൻ, ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. ഇവിടെ ഇതാണ് തുറന്നു വരുന്ന രീതി. അപ്പോൾ അവിടെയാണ് ഓരോ മണ്ഡലത്തിലും ജയിച്ചു വരുന്ന ആളുകൾ അവര് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ എന്ന നില സ്വീകരിക്കുന്നത് അങ്ങേയറ്റം വിഘടനവാദമാണ്. ജനങ്ങളെ ശത്രുക്കളാക്കി മാറ്റുന്നതിനുള്ള, ശത്രുക്കളായി ചേരിതിരിക്കുന്നതിനുള്ള, കമ്പാർട്ട്മെന്റുകളാക്കി തിരിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. RSSും BJPയും മറ്റും സംഘപരിവാർ പൊതുവിൽ കേരളത്തിന് പുറത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാതിരിക്കുന്നത്. കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. ഒരു വർഗീയതയെയും ചാരി നിൽക്കുന്നില്ല. ഏത് വർഗീയതയായാലും വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കർക്കശമായ നടപടികളുണ്ടാകും. ഈ നാടിന്റെ ഈ രീതി അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് സംഘപരിവാർ. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് അതിനെ കാണേണ്ടത്. ഗുരുവായൂരിലെ ജനങ്ങൾ അത്തരം പ്രസ്താവന കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടില്ല. അവിടുത്തെ ഇതേവരെയുള്ള MLAമാരുടെ ചരിത്രം പരിശോധിച്ചാൽ LDFന്റെ MLAമാരായി പ്രവർത്തിച്ചവരെല്ലാം എല്ലാവർക്കും സ്വീകാര്യരായിരുന്നു. നല്ല തോതിലുള്ള പിന്തുണയാണ് കിട്ടി വന്നിട്ടുള്ളത്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെയാണ് LDF തുടർച്ചയായി ഗുരുവായൂരിൽ ജയിച്ചു വരുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ ഒരു മതബോധമുയർത്തി വഴിതെറ്റിക്കാനാകുമോ എന്നതാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അത് LDFന് വിജയം സുനിശ്ചിതമായൊരു മണ്ഡലത്തിൽ LDFനെ പരാജയപ്പെടുത്താനുള്ള കുൽസിത നീക്കത്തിന്റെ ഭാഗമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല നിലയിൽ LDFനെ മുൻകാലങ്ങളിൽ ജയിപ്പിക്കുന്നത് പോലെ തന്നെ ജയിപ്പിക്കുന്നതിനുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്നും കാണുകയാണ്. പല സ്ഥലങ്ങളിലും പലപ്പോഴും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അവർ സ്ഥിതി എന്താവും ചെയ്യും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രശ്നവും CPIMനോ LDFനോ ഉണ്ടാകില്ല. നല്ല മികവാർന്ന വിജയം അത്തരം സ്ഥലങ്ങളിലൊക്കെ LDF നേടുക തന്നെ ചെയ്യും. ഒരു പോറലും LDFന് ഏൽക്കില്ല. ഈ പറയുന്നവർക്ക് അങ്ങനെ ഒരു പോറൽ ഏൽപ്പിക്കാനും കഴിയില്ല.
ഇവിടെ നമുക്ക് നിർത്താം, ബാക്കി പിന്നെയാകാം. ആണ് മാധ്യമങ്ങളെ കാണുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.